നമസ്കാരം. നമ്മുടെ ഇനിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കളർഫുള്ളും ഹെൽത്തിയുമാക്കാനുള്ള ഒരു അടിപൊളി റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ബീട്രൂട്ട് പൂരി. പൂരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ 1/4 കപ്പ് റവ, ഒരു ബീട്രൂട്ട് നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. ഒരു വലിയൊരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എടുക്കാം. നമുക്കിനി ഇത് പെട്ടെന്ന് കുഴച്ച് റെഡിയാക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു പാത്രം എടുക്കാം. അതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള ബീട്രൂട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. റവ 250 ml കപ്പിൽ 1/4 കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വറുക്കാത്ത റവയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. ഈ ബീട്രൂട്ടിൻ്റെ നനവും മതി നമുക്ക് ഇത് കുഴയ്ക്കാനായിട്ട്. വേറെ വെള്ളമൊന്നും ഇപ്പോൾ ആഡ് ചെയ്യണ്ട. പിന്നെ നമുക്ക് ഗോതമ്പ് പൊടി ഇടുമ്പോഴാണ് ആവശ്യാനുസരണം വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കേണ്ടത്. റവ ഒന്ന് കുതിർന്നാലാണ് പൂരിക്ക് ഒരു ഒത്തിരി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഇതൊന്ന് കുതിർന്ന് റെഡിയാവാനായിട്ട് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അത് നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് നേരം വെക്കുകയാണ്. ഞാൻ അതിന് മുന്നേ ഒക്കെ ഞാൻ ചെയ്യുമ്പോൾ സാധാരണ ജാറിലിട്ട് അടിക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ ഒരു 10 മിനിറ്റായി റവ കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഗോതമ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഇത് കുഴയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ ആവശ്യാനുസരണം വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ബീട്രൂട്ട് അരച്ച ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചുറ്റിച്ചിട്ട് അതാണ് ഞാൻ ഇതിലേക്ക് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുന്നത്. ബീട്രൂട്ട് നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണം ചെയ്യണ ഒന്നാണ്. ഞാൻ ഇതിന് മുന്നേ ബീട്രൂട്ട് വെച്ചിട്ടുള്ള 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ബീട്രൂട്ട് സ്ക്വാഷും ബീട്രൂട്ട് ഹൽവയും. കാണാത്തവർ ദയവായി അതൊന്ന് കാണണം, ട്രൈ ചെയ്യണം. അങ്ങനെ നമ്മുടെ പൂരി കുഴച്ച് കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് പെട്ടെന്ന് പരത്തി ചുട്ടെടുക്കാം. ഞാനിത് വെച്ചിട്ട് വലിയ 2 പൂരിയാണ് തയ്യാറാക്കുന്നത്. അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമുക്ക് ഉണ്ടാക്കണ പൂരിയാണെങ്കിൽ ഒരു 10 പൂരി നമുക്ക് കിട്ടുന്നതാണ്. സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുമ്പോൾ നമ്മൾ ഇത്തിരി പൊടി ഇട്ടിട്ടാണല്ലോ പരത്താറ്. പക്ഷെ ഞാനിതിൽ സ്വല്പം എണ്ണ തടവിയിട്ടാണ് പരത്തുന്നത്. പൊടി ഇട്ട് പരത്തുന്ന സമയത്ത് നമ്മൾ പൂരി ചുട്ടെടുക്കുമ്പോൾ ആ പൊടി കരിഞ്ഞു പിടിക്കും. മാത്രമല്ല ആ പൂരിയുടെ മുകളിൽ ഒരു വെള്ള കളർ വരും. അപ്പോൾ പൂരിയുടെ ഭംഗി നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇപ്പം ഞാനിതിൽ എണ്ണ തടവിയിട്ട് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതിൽ മാറ്റങ്ങൾ വരുത്താം. ഇനിയിപ്പോൾ ഒത്തിരി കൂടി നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് പൂരി പ്രസ് ചെയ്തിട്ട് എടുത്തിട്ട് ചുട്ടെടുക്കുന്നതാണ് ഒത്തിരിയും കൂടെ നല്ലത്. നമുക്കിത് പരത്തിയതിന് ശേഷം നല്ല ഭംഗിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് നമുക്ക് ഷേപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്ത പൂരി നമുക്കിതുപോലെ പെട്ടെന്ന് പരത്തിയെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യാനുസരണം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് ഓരോ പൂരിയായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ആക്ച്വലി പൂരി കുഴയ്ക്കുമ്പോൾ പരത്തുമ്പോഴൊക്കെ നല്ല കളറാവും. പക്ഷേ ചുട്ടെടുക്കുമ്പോൾ അതിനൊരു വ്യത്യസ്തമുള്ള കളറായിട്ടാണ് മാറുക. അതിപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ കേക്ക് ചെയ്യുമ്പോഴായാലും എന്തായാലും അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ ബീട്രൂട്ട് മാത്രമല്ല, ക്യാരറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനെ കാണുന്ന കളറാവില്ല വെന്ത് വരുമ്പോൾ ഉണ്ടാവുക. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന നേരത്തെ അതൊന്ന് എഡിറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ നല്ലൊരു കളർ വരുന്നത്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയും കളർഫുള്ളായിട്ടുള്ള പൂരികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.